നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രീനഗറിലാണ് ജനൻ ടി വി സംഘം ഇപ്പോഴുള്ളത്. ദൽ തടാകത്തിന് നടുവിലാണ്. ഇവിടെ ഒരു നെഹ്റു പാർക്കുണ്ട്. അത് പ്രേക്ഷകർക്കൊക്കെ ഇവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് ഒക്കെ അറിയാവുന്നതാണ്. ദൽ തടാകവും വളരെ പ്രശസ്തമാണ്. ഒട്ടേറെ സിനിമകളുടെ ഷൂട്ടിങ്ങിൻ്റെ വേദിയായിട്ടുള്ളതാണ്. ആ വിശേഷങ്ങളിലേക്ക് വരാം. പക്ഷേ ഇപ്പോൾ ഒരു തണുത്തുറഞ്ഞ മട്ടിലാണ് ദൽ തടാകത്തിൻ്റെ അവസ്ഥ. അല്ലെങ്കിൽ ഈ സമയം സൂര്യൻ പർവ്വതത്തിന് മുകളിലേക്ക് ഉദിച്ചു വരുമ്പോൾ ഈ തടാകം ഒട്ടാകെ നിറയേണ്ടത് ഈ ശിക്കാരകളാണ്. മുൻപ് ഈ ദൽ തടാകത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും, തിങ്ങി നിറഞ്ഞ് ഈ ശിക്കാര റൈഡുകൾ പോകും. അതിൽ ആളുകൾ ഉണ്ടാകും. ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, അതായത് ആളുകൾ വിൽപ്പനയുമായി പുഷ്പം, പച്ചക്കറി നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമായിരുന്നു, അല്ലെങ്കിൽ അത്രയധികം തിരക്കുള്ള മേഖല. പ്രത്യേകിച്ച് ഈ സമയം എന്നുള്ളത് അവധിക്കാലമാണ്. ഈ ഒരു സമയമാണ് ഇവിടെയുള്ള ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരത്തിന് ഏറ്റവും കൂടുതൽ തിരക്കുള്ള സീസൺ എന്ന് പറയുന്ന സമയത്താണ് നമുക്ക് ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ ഷിക്കാര ബോട്ടുകളെല്ലാം സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഒന്ന് പെഹൽഗാം ഭീകരാക്രമണം, അതിനുശേഷം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, സൈനിക നടപടികൾ, പാകിസ്ഥാന്റെ പ്രകോപനം, ഇവയെല്ലാം കാരണം വിനോദസഞ്ചാരികൾ വളരെ വ്യാപകമായി, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ മാസങ്ങളിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത ബുക്കിങ്ങുകളെല്ലാം തന്നെ ഒഴിവാക്കി എന്നുള്ളതാണ് ഇവിടെയുള്ള ഈ ഷിക്കാര റൈഡിൻ്റെ ആളുകളും ഒപ്പം ഹോട്ടൽ ഉടമസ്ഥരും എല്ലാം തന്നെ പറയുന്നത്. ഏതായാലും കശ്മീർ വീണ്ടും മാറി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതിലും ഭീകരമായിട്ടുള്ള അവസ്ഥ നിലനിന്നിരുന്ന സമയത്ത് വർഷങ്ങൾ എടുത്തുകൊണ്ട് ആർട്ടിക്കിൾ 370 റദ്ദാക്കിക്കൊണ്ട് കശ്മീരിനെ, അതായത് ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന കശ്മീരിനെ ഭാരതത്തിലെ മറ്റേതൊരു ഭൂപ്രദേശം പോലെയാക്കി മാറ്റാൻ നമ്മുടെ സൈന്യത്തിനും കേന്ദ്ര സംസ്ഥാന ഭരണ നേതൃത്വങ്ങൾക്കും സാധിച്ചിരുന്നു. അതുകൊണ്ട് ഈ ഒരു മുറിവ് തീർച്ചയായും കശ്മീരിന്റെ മനസ്സിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ മുറിവിനെ മറികടക്കാൻ വലിയൊരു സമയം വേണ്ടിവരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒപ്പം നമുക്കൊപ്പം ഇപ്പോൾ ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്. ഇവിടുത്തെ ശ്രീനഗറിലെ ഹൗസ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധിയാണ്. അദ്ദേഹം ഇതിന്റെ മുൻ ജനറൽ സെക്രട്ടറിയാണ്, യാക്കൂബ് ഡൂനു. അദ്ദേഹവുമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. याकूब भाई, अभी की हाल क्या है? आपने बोला था पूरा की पूरा बुकिंग था, यहाँ पे 100% बुकिंग था, सोल्ड आउट था, लेकिन ये अपना जो टेररिस्ट अटैक हो गया, उसके बाद पाकिस्तान की जो शेल अटैक हो गई, उसके बाद पूरा कैंसिलेशन हो गया. जरा बताएं कि क्या हो रहा है, कैसे है, व्हाट इज द सिनेरियो हियर राइट नाउ सर? Okay sir. Good morning India. Good morning Pradhu ji. Can I speak in English or in Hindi? You can speak in English, please. Okay, fine. Since 2022, we have witnessed, I mean, after the abrogation of Article 370, we have witnessed the footfall of the tourism in Kashmir, which was a record break. And every year, the graph of the tourism was increasing and going on the top. And this year, we were expecting more footfall of tourism in Jammu and Kashmir than 2021, 22 and 23. Unfortunately, what has happened in Pahalgam, 27 tourists were killed brutally, and those who were behind this incident, I mean, I will never call them a human, they are actually brutals, and which has defamed the Kashmiriyat and this land, which is famous for the hospitality in throughout globe. Since then, we have witnessed a very rare tourism in Kashmir. Okay, it was so. The rest of the people who were present that time here in that scenario were enjoying Gulmarg and Sormarg and local, and they left back to their hometowns, and suddenly there was an announcement of the war. I cannot say it a war. It was just like a fighting between the two nations on the borders, which have more damaged our tourism here, because the flights were cancelled, and there was a lot of tension that maybe it will be a big war between the India and Pakistan. So the people who were supposed to come to Kashmir after 2 weeks or 10 days, they have cancelled their programs. And the scenario which I will ask your cameraman if he will show this
scenario, the houseboats which are behind me, you can see there is nothing, silence. And this Dal Lake, which was once upon a time, I mean, one month or 15 days back, it was on a glory, in a charm. But now it's not witnessing any tourist in valley. But as per Jammu and Kashmir is concerned, it is the tourism of here is a backbone for Kashmiris. Now, my message to the nation is, see, these people who did this killings in Pahalgam, they have done their job. But now it's our turn. They have done their job. Now it's our job that I request the people of the India, people of this nation, that they should come to visit Kashmir. If they will not come to visit Kashmir here, that means we have surrendered. And the people who have done this brutal killings in Pahalgam, they have won this war. So our war starts from now, and the countdown starts from today itself. Pradeep. Right. വളരെ വ്യക്തമാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. രണ്ട് മൂന്ന് കാര്യങ്ങളിലെ ജിഷ്ണു ഒന്ന് പറഞ്ഞത് ഈ പറയുന്ന ജിഷ്ണു പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ്. ഈ തടാകം ഒന്നാകെ നിറഞ്ഞ് കവിഞ്ഞ സഞ്ചാരികൾക്കുണ്ടാവും. 2022 ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷം വളരെ വലിയ തോതിലാണ് ഇവിടേക്ക് വിനോദസഞ്ചാരികളുടെ വരവ് കൂടിയത്. എന്ന് വെച്ചാൽ സീസൺ ആകുമ്പോൾ ഇവിടെ സകല ഹോട്ടലും സകല ഹൗസ് ബോട്ടും എല്ലാ താമസ സൗകര്യങ്ങളും സോൾഡ് ഔട്ട് ആയിരുന്നു, ഫുള്ളായിരുന്നു. എന്ന് മാത്രമല്ല, ഈ കുറച്ച് ദിവസം മുമ്പ് ഈ പിന്നിൽ അല്പം മുമ്പ് നമ്മുടെ ക്യാമറ പേഴ്സൺ ഉണ്ണി കാണിച്ച ഹൗസ് ബോട്ടുകൾ ഒക്കെ നിറഞ്ഞ് കവിഞ്ഞ അവസ്ഥയിലായിരുന്നു. ഈ സീസൺ ഒട്ടാകെ മുഴുവൻ ബുക്ക് ചെയ്തിരുന്നായിരുന്നു. ഇതൊക്കെയാണ് തകർത്ത് കളഞ്ഞത്. ആത്മവിശ്വാസം കൂടിയാണ്. അതായത് ഈ സാഹചര്യത്തെയും നമുക്ക് മറികടക്കാൻ സാധിക്കും. രാജ്യം ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭാരതം ഒറ്റക്കെട്ടാണെങ്കിൽ ഈ സാഹചര്യത്തെയും മറികടക്കാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവച്ചത്. Now the situation is becoming normal. How do you look forward? First of all, I appreciate and salute to our Prime Minister of India, who has announced the ceasefire of this attack and counter attack. Now we have a great hope that after this ceasefire, people will definitely come. As I have said just now, that our countdown has started right now from today itself. If the nation will not pay the visit to Kashmir, means the people who have done that incident in that Pahalgam, so they have won the war. So we don't have to allow them that they should succeed in their mission. We have a mission now. Come to Kashmir. I have a slogan which I will speak. First, I will say in Hindi. So I have choose a slogan: "Ek baar Kashmir aakar to dekho." Once in a lifetime, come and pay the visit to this Kashmir, so that we will be boosted and our spirit will be high. As you have seen that we rely on the tourism. Most of the people here, like houseboat owners, hoteliers, shikarawalas, transporters, horse pony walas, sledge walas, guides, handicrafts, all these people who have families, they rely on this tourism. So that's why I request with folded hands to my countrymen, to my nation, that they should come to Kashmir in this year 2025. So it will be a big slap on those people who did the mischievous act in Pahalgam. Sandeep. Thank you so much, Yaqub Dunubai. So വളരെ വ്യക്തമാണ് അദ്ദേഹം പറഞ്ഞത്. एक बार आकर के देखो कश्मीर. ഒരു തവണ വന്ന് നോക്കൂ കശ്മീർ. ഒരു തവണയെങ്കിലും സന്ദർശിച്ചിരിക്കണമെന്നുള്ള ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അദ്ദേഹം പറയുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ സന്ദേശമായി ഞാൻ കാണുന്നത്. അതായത് ഇപ്പോൾ അവർ എന്തോ ചെയ്യാൻ ഉദ്ദേശിച്ചു, അവർ അതിൽ വിജയിച്ചു എന്നവർ കരുതിയിരിക്കുകയാണ് ഭീകരവാദികളും അവരെ പിന്തുണയ്ക്കുന്നവർ. ഇപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അവർ വിജയിച്ചു എന്ന് അവർ കരുതും. ഇപ്പോഴാണ് അവരെ തോൽപ്പിക്കേണ്ട സമയം. അവരുടെ മുഖത്ത് നൽകേണ്ട അടി എന്നാണ്. അവർക്ക് മുന്നിൽ കീഴടങ്ങി എന്നാണ് അതിനർത്ഥം. കശ്മീരിനടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ, അവിടെ ജനസാന്ദ്രത ഇല്ലാതായി കഴിഞ്ഞാൽ, അവിടേക്ക് സഞ്ചാരികൾ എത്താതിരുന്നു കഴിഞ്ഞാൽ അവർ വിജയിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അതിന് മുന്നിൽ ഭാരതം കീഴടങ്ങി എന്നാണ് അതിനർത്ഥം. അപ്പൊ ഈ സന്ദർശനത്തിലൂടെ നാം കൊടുക്കാൻ പോകുന്ന സന്ദേശം അവരുടെ മുഖമടച്ചു കൊടുക്കുന്ന ഒരു അടിയാണെന്നാണ് ജിഷ്ണു. അതുകൊണ്ട് നമുക്കും മുഴുവൻ നമ്മുടെ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളോടും, പ്രത്യേകിച്ച് നമ്മുടെ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോടും പറയാനുള്ളത് തീർച്ചയായും കശ്മീർ സന്ദർശിക്കണം എന്നുള്ളത് തന്നെയാണ്. അതിൽ ഒപ്പം ഈ കശ്മീരിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ യാക്കൂബ് ഉൾപ്പെടെയുള്ള ആളുകളുടെ മനസ്ഥിതിക്ക് സമാനമായി വലിയൊരു സമൂഹം കശ്മീരിലുണ്ട്. അതായത് മുഴുവൻ ഭാരതത്തിന്റെ ഭാഗമാണ് കശ്മീർ. ഭാരതത്തിലെ മുഴുവൻ ആളുകളും കശ്മീരിലെത്തണം എന്നുള്ളത്. ഒപ്പം തന്നെ നമുക്ക് വിലയിരുത്തേണ്ടത് ഈ കശ്മീരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ പറയാൻ സാധിക്കുന്നത് നേരെ തിരിച്ചു ചിന്തിച്ചിരുന്ന വലിയൊരു സമൂഹം കശ്മീരിലുണ്ടായിരുന്നു.
ഭീകരവാദത്തിന് പിന്തുണ നൽകുകയും നാം എത്തുമ്പോൾ നിങ്ങൾ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞ് മാറി നിന്നിരുന്നു. ഇന്ത്യയിൽ നിന്ന് വന്നവർ എന്ന് പറഞ്ഞിരുന്ന ഒരു വലിയ വിഭാഗമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് 2022 മുമ്പ്. ആ സാഹചര്യം മാറുകയും ജീവിത സാഹചര്യം മെച്ചപ്പെടുന്നു, തൊഴിലുണ്ടാകുന്നു, വിനോദസഞ്ചാരികൾ വരുമ്പോൾ ഇവിടുത്തെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നു. അപ്പോൾ ഒരുപക്ഷെ തൊഴിലില്ലായ്മ അടക്കമുള്ള ജീവിത സാഹചര്യങ്ങളായിരിക്കാൻ ചെറുപ്പക്കാരെ അതിലേക്ക് നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ നമ്മളോട് സംസാരിച്ച സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഒട്ടേറെ വഴിതെറ്റിപ്പോയ ഒട്ടേറെ ചെറുപ്പക്കാർ തിരികെ എത്തി സൈന്യത്തിൽ ചേർന്ന കഥ അദ്ദേഹം നമ്മളോട് പങ്കുവച്ചിരുന്നു. അതിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ ഒരു മനസ്ഥിതിക്ക് മാറ്റം. ഇപ്പോഴും ചെറിയൊരു വിഭാഗം ആളുകൾ ഇത് പാകിസ്ഥാന്റെ ഭാഗമാകണമെന്ന് ചിന്തിക്കുന്നുണ്ട്, മറ്റു ചെറിയൊരു വിഭാഗം സ്വതന്ത്രമാക്കണമെന്ന് ചിന്തിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ഇപ്പോഴും കശ്മീരിലുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ബാക്കിയുള്ളവരുടെ മാറ്റത്തിന് രണ്ട് പ്രധാനപ്പെട്ട കാരണമാണുള്ളത്. ഒന്ന്, അടിസ്ഥാന സൗകര്യ വികസനം ഇവിടെ എത്തിച്ചു. മുൻപ് തോക്കെടുക്കാൻ തയ്യാറായിരുന്ന യുവതയുടെ കൈകളിലേക്ക് ലാപ്ടോപ്പും പേനയും എത്തിച്ചു, അവർക്ക് തൊഴിലെത്തിച്ചു, വികസനം എത്തിച്ചു, അവരുടെ ജീവിത നിലവാരം മാറ്റി, വിനോദസഞ്ചാരത്തിലൂടെ പണം ലഭിച്ചു. അതുകൊണ്ട് അവർക്ക് അത്തരത്തിൽ പോകാനുള്ള സമയവും മനസ്ഥിതി എത്താതായി. മറ്റൊന്ന്, ഇനി തിരിച്ച് ഭീകരവാദികൾക്കൊപ്പം നിന്നാൽ നെഞ്ചിൽ വെടികൊള്ളുമെന്ന ഭയം. ആ രണ്ട് കാര്യങ്ങളാണ് കശ്മീർ ജനതയുടെ മാറ്റത്തിന് പ്രധാനമായത്. അതായത് 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ കശ്മീർ താഴ്വരയിൽ സ്വീകരിച്ചിട്ടുള്ള സൈനിക വികസന നടപടികളാണ് കശ്മീരിന് ഈ മാറ്റത്തിന് കാരണമായത്. കശ്മീർ ഒരു പുതിയ യാത്രയിലായിരുന്നു. അതിനിടയിലാണ് പെഹൽഗാം ഭീകരാക്രമണം ഒരു ചെറിയ മുറിവ് കശ്മീരിന്റെ മനസ്സിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതും മറികടന്നുകൊണ്ട് കശ്മീരിന് മുൻപോട്ട് പോകാൻ സാധിക്കും. ഭാരതത്തിന്റെ മറ്റേതൊരു ഭൂപ്രദേശം പോലെ കശ്മീർ മാറും എന്നുള്ളതാണ് യാക്കൂബ് ഉൾപ്പെടെയുള്ളവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. ഭാരതത്തിലെ മറ്റേത് ഭൂപ്രദേശത്തെക്കാളും മനോഹരമായ സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇന്നലെ ഇവിടെ എത്തിച്ചേരുന്നത്. രാത്രി 8-9 മണിയോട് കൂടിയാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം ജിഷ്ണുവിന്റെ റിപ്പോർട്ടിംഗ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. രജൌരിയും പൂഞ്ചും കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിലായിരുന്നു ഷോപ്പിയാനിൽ ഭീകരാക്രമണം നടക്കുന്നത്. വനത്തിനുള്ളിൽ ഭീകരാക്രമണം നടക്കുമ്പോഴും വളരെ ശക്തമായിരുന്നു പരിശോധന, വളരെ കർശനമായിരുന്നു പരിശോധന. പക്ഷേ മാധ്യമപ്രവർത്തകരാണെന്നുള്ളതും എവിടെ നിന്നാണെന്നുമുള്ള ഐഡന്റിറ്റി ബോധ്യപ്പെട്ട ശേഷം സൂക്ഷിക്കണം എന്ന് പറഞ്ഞവർ കടത്തിവിടുകയായിരുന്നു. പക്ഷേ ആ ഭീകരാക്രമണം അവിടെ കഴിഞ്ഞു, അവിടെ നിന്ന് ഏറ്റുമുട്ടൽ കഴിഞ്ഞു. ഭീകരാക്രമണം എന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണ്, ഏറ്റുമുട്ടലായിരുന്നു. അവരെ വളഞ്ഞു പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഇവർ വനത്തിനുള്ളിൽ വെടിയുതിർക്കുകയായിരുന്നു. ഓപ്പറേഷൻ കെല്ലർ ആയിരുന്നു. ഓപ്പറേഷൻ കെല്ലർ നടന്ന ഷോപ്പിയാൻ വഴിയാണ് ഞങ്ങൾ കടന്നു വന്നത്. പുതിയൊരു പാതയിലൂടെ മുഗൾ റോഡിന്റെ വിശേഷങ്ങൾ പിന്നാലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. മുഗൾ റോഡ് വഴി ഷോപ്പിയാനും പുൽവാമയും കടന്നാണ് ഞങ്ങൾ ശ്രീനഗറിലെത്തിയത്. രാത്രി വൈകിയാണ് ഇവിടുത്തെ താമസ സ്ഥലത്തേക്ക് പോയത്. ഇന്ന് പുലർച്ചെ എണീറ്റ് ഞങ്ങൾ ഇവിടെ വരുന്നു. ഇവിടെ ശാന്തം ആണ്, പരിപൂർണമായും ശാന്തമാണ്. ആസ് ബ്യൂട്ടിഫുൾ ആസ് എവർ ബിഫോർ. മനോഹാരിതയ്ക്ക് ഒരിക്കലും ഒരു കുറവും വന്നിട്ടില്ല. കശ്മീർ കാത്തിരിക്കുകയാണ്, കശ്മീരിന്റെ ആതിഥ്യം കാത്തിരിക്കുകയാണ്, കശ്മീരിലെ ആതിഥ്യ മര്യാദയുള്ള ഇവിടുത്തെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. മനോഹരമായ കാഴ്ചകളിലേക്ക്, മനോഹരമായ അനുഭവങ്ങളിലേക്ക് സ്വാഗതം ചെയ്തു. അപ്പം നമുക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. ഈ ഒരു ഷോയിലൂടെ നമുക്ക് കശ്മീർ മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ കാമരൂപം വരെ നമ്മുടെ ഭാരതം ഒന്നാണ് എന്ന സന്ദേശം നൽകിക്കൊണ്ടാകണം ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രത്യേക വാർത്താ പുലരി ദൽ തടാകത്തിൽ നിന്ന് നടക്കുന്നത്.